തിന്റെ പാഠം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പഴയകാല കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ചായക്കടകളെ? ഓർമ്മയുണ്ടോ? പുട്ടും കടലയും അപ്പവും മുട്ടക്കറിയും ദോശയും ഇറച്ചിക്കറിയും ഒക്കെ വിറ്റിരുന്ന കൊച്ചു 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 ചായക്കടകൾ ഓർമ്മയിലുണ്ടോ? ഗണപതിയും കർത്താവും മോസ്കും ഒത്തൊരുമയോടുകൂടി ചായക്കടയുടെ ഭിത്തിയിൽ പടമായിട്ടിരിപ്പുണ്ടാവും. അതിനു മുന്നിൽ ഒരു ചായ ഗ്ലാസ് വെച്ചിരിക്കും. 3 മതങ്ങളിലുമായി ദൈവജോലി ചെയ്യുന്നവർക്ക് ഒരുമയോടുകൂടി കുടിക്കാനാണ് ആ ഒരു ഗ്ലാസ് ചായ. അത്രയും ശുദ്ധമായ മതേതര ഭാവം നിറഞ്ഞിരുന്നവയായിരുന്നു പുരാതന കേരളത്തിലെ ചായക്കടകൾ, അല്ലേ? കഴിക്കുന്നവരുടെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് അന്നമുണ്ടാക്കുകയും വിളമ്പുകയും ചെയ്യുന്നവരായിരുന്നു അക്കാലത്ത് ഭക്ഷണശാലകൾ നടത്തിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണത് നശിച്ചു പോയത്? ആരാണ് അതിനെയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞത്? ഇന്ന് കേരളത്തിലെമ്പാടും മലബാർ കടികളും ചായകളുമാണ് കിട്ടുന്നത്. സാമ്പ്രദായിക കടി ഇനങ്ങൾ ഒന്നും തന്നെ കിട്ടാനില്ല. പഴയകാല ചായക്കടകൾ കാണാനേയില്ല. അവയൊക്കെ എങ്ങനെയാണ് ഇല്ലാതായി പോയതെന്ന് ആർത്തിയോടെ ഇറച്ചിപ്പെട്ടിയും മുട്ടപ്പപ്സും പത്തിരിയും ബീഫ് കട്ട്ലറ്റും ഒക്കെ തിന്ന് ചായ കുടിക്കുന്ന, അല്ലെങ്കിൽ കുഴിമന്തിയും ബിരിയാണിയും തട്ടി കുംഭ പെരുപ്പിക്കുന്ന ഹിന്ദുക്കൾ തീർച്ചയായിട്ടും ഒന്ന് ഓർക്കണം. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് 5 മന്തിക്കടകൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുമെന്ന്. ഇവയെല്ലാം വിജയിപ്പിക്കാനായി ഹൈന്ദവന്മാർ അഹോരാത്രം പല്ലുകൾക്ക് തേയ്മാനം വരുത്തുകയാണെന്നുള്ളതല്ലേ സത്യം? അത് മറക്കരുത്. സ്വമതസ്ഥരുടെ ഭോജനശേഷിയെ മാത്രം ആശ്രയിച്ചല്ല ഹലാൽ സമ്പ്രദായത്തിൽ പ്രവർത്തിപ്പിക്കുന്ന തീറ്റക്കടകൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഓർക്കണം. പുരാതന കേരളത്തിലെ ചായക്കടക്കാർ അന്നത്തിൽ മായവും മതവും കലർത്തിയിരുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ തീർച്ചയായിട്ടും മറന്നു പോകരുത്. എന്നാൽ മായവും മതവും മതത്തുപ്പലും വരെ കലർന്നതും മതശാസന പ്രകാരം പാകം ചെയ്തതുമായിട്ടുള്ള ഭക്ഷണം കാശു മുടക്കി കഴിച്ച് ആമാശയം നിറയ്ക്കുന്ന ഹൈന്ദവരാണ് ഇത്തരം മതമന്ദന്മാർക്ക് കൃഷ്ണനിന്ദ നിറഞ്ഞ വിഷുവാശംസ നൽകാനുള്ള ഊർജം പകർന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നതിന് മടിക്കേണ്ട കാര്യമുണ്ടോ? ഭയക്കേണ്ട കാര്യമുണ്ടോ? സത്യമല്ലേ അത്? അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ദുഃഖിക്കാനോ അപമാനിതരാവാനോ ഉള്ള അർഹതയില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് തീർച്ചയായിട്ടും ഈ പോകാനുള്ളത്. അമർഷം കൊള്ളാനുള്ള യോഗ്യത പോലും ഹിന്ദുക്കൾക്കില്ല എന്നുള്ളതല്ലേ സത്യം? മതഭ്രാന്തന്മാരായിട്ടുള്ള ഇത്തരം തീറ്റ വിൽപ്പനക്കാർക്ക് നേരെ ആമാശയം കൊട്ടിയടയ്ക്കാനുള്ള കരുത്താണ് ഹിന്ദുക്കൾ ആദ്യം നേടിയെടുക്കേണ്ടത്. ആത്മാഭിമാനവും അന്തസ്സും തൻ്റെ ഇടവുമുള്ള ഒരൊറ്റ ഹൈന്ദവനും ഇമാതിരി മതഭ്രാന്തന്മാരുടെ തീറ്റക്കടയിൽ ചെന്ന് ഇനി തിന്നരുത്. 5 പൈസ സ്വന്തം കീശയിൽ നിന്ന് കൊടുക്കരുത്. ഹലാൽ എന്നത് തീർത്തും മതമുദ്രയാണ്, അല്ലാതെ അത് മതേതര മുദ്രയല്ല. അതല്ലെങ്കിൽ അത് മതസൗഹാർദ്ദ മുദ്രയല്ല. അതുകൊണ്ട് തന്നെ അത് പ്രദർശിപ്പിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ കയറി തിന്നില്ല എന്ന് പറയുന്ന നിർബന്ധം ഓരോ മനുഷ്യനും ഉണ്ടാവണം. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ഓരോ മനുഷ്യനും ഉണ്ടാവണം. മതബാധ തീണ്ടാത്ത സകല മനുഷ്യരും അത് തീരുമാനിക്കണം. അതുപോലെ ആമാശയത്തിന്റെ ആർത്തിയേക്കാളും നാവിന്റെ കൊതിയേക്കാളും ഒക്കെ വിലയുണ്ട് ആത്മാഭിമാനത്തിനെന്ന് ഓരോ ഹൈന്ദവനും വിചാരിക്കുകയും വേണം കേട്ടോ. അതും വേണം. മതഭ്രാന്തന്മാരുടെ തീറ്റക്കടയിലേക്ക് ഉറപ്പായും ഇനി ആരും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത് എന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന പോകേണ്ട ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ. പാൻറിട്ട പന്നിയെ പോലെ 2 കാലിൽ നിന്ന് മാപ്പ് പറഞ്ഞിട്ടുള്ള ആ മതമന്ദനെയും അത്തരം സകലമാന തീറ്റ വിൽപ്പനക്കാരെയും തീർച്ചയായിട്ടും അവഗണിച്ച് അവശരാക്കണം. ആ വിഷപ്പരസ്യം തീർച്ചയായിട്ടും അബദ്ധമല്ല കേട്ടോ, അറിഞ്ഞുകൊണ്ടുള്ള ആക്ഷേപിക്കലാണ്. പോങ്ങനും കുറെ കാലം ഈ ജോലി ചെയ്തിട്ടുള്ളവനാണ്. ഒരിക്കലും ക്ലയന്റ് അറിയാതെ ഒരു ഡിസൈനർക്കും അങ്ങനെ ഒരു സാധനം പുറത്തേക്ക് വിടാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കരുതിക്കുട്ടി ബോധപൂർവം തന്നെ അവർ അത് ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അതുകൊണ്ട് അവഗണനയാണ് അതിനുള്ള ഫലപ്രദമായിട്ടുള്ള മരുന്നെന്നാണ് പോങ്ങന്റെ ഒരു വിചാരം. അതുപോലെ ബഹിഷ്കരണമാണ് അതിനോടുള്ള ഏറ്റവും മികച്ച പ്രതികരണമെന്നും ഞാൻ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വിഷുവിന് ഹൈന്ദവരെ പഠിപ്പിച്ച വളരെ വിലപ്പെട്ട പാഠമാണത്. സാധിക്കുമെങ്കിൽ എന്നെ വിശ്വസിക്കുക. കാരണം ഞാൻ ദൈവങ്ങളുടെ ആന്റണി പെരുമ്പാവൂരാണ്. സത്യമായിട്ടും ഈ മതഭ്രാന്തന്മാരുടെ തീറ്റക്കടകൾ ഒറ്റക്കെട്ടായി ബഹിഷ്കരിക്കണം. ബഹിഷ്കരിക്കുമോ?